മൂടിയേട്ടാ, ദൈവം ഒന്നും കാണാതെ പറ്റാ സിറ്റുവേഷനിലേക്ക് മാറിക്കൊണ്ടിരിക്കണേ. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, അപ്പം ഞങ്ങൾ ഇന്നൊരു ട്രിപ്പ് പോകുന്നുണ്ട്, മറ്റൊരു ട്രിപ്പ്. ശരിക്കും പറഞ്ഞാൽ ഈ ട്രിപ്പ് ഒരു മണിക്കൂറായിട്ടല്ലേ, 1 മണിക്കൂറായിട്ടുള്ള പ്ലാൻ ചെയ്തിട്ട് പെട്ടെന്ന് പ്ലാൻ ചെയ്തൊരു വാഗമൺ ട്രിപ്പ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായി. ഇന്ന് തന്നെ ഇലവീഴ, പൂഞ്ചിറ, ഇല്ലിക്കൽ കല്ല് പോകാന്നുള്ളത് കുറച്ച് നാൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായത്. സമയത്താണ് പ്രഗ്നൻ്റ് ആയത്. പിന്നെ ഇന്ന് പ്ലാൻ ചെയ്തു, പക്ഷെ മഴയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ ആ കയറ്റമൊക്കെ എത്രത്തോളം ഇവൾക്ക് പോസിബിൾ ആകും എന്നറിയാത്തത് കൊണ്ട് ഞങ്ങളത് വേണ്ടെന്ന് വെച്ച് ഞങ്ങൾ പ്രിൻസിന് ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, അങ്ങനെയാണെങ്കിൽ ഇലവീഴ, പൂഞ്ചിറ ഒന്ന് പോവാം. സപ്പോസ് അവൾക്ക് കയറാൻ പറ്റിയില്ലെങ്കിൽ അവിടെ നിന്ന് വാഗമൺ, ഇന്നെന്തായാലും അവിടെ സ്റ്റേ ചെയ്യുന്നുണ്ട്, ഒരു ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ട്, നാളെ തിരിച്ചു വരുന്നത്. അപ്പോൾ വാഗമൺ ട്രിപ്പാണ്, ഇലവീഴ, പൂഞ്ചിറ വഴി വാഗമൺ. അപ്പോൾ പടവ് ക്യാൻസൽ ചെയ്ത് ഞങ്ങളിപ്പോൾ ട്രിപ്പ് പുറപ്പെടാൻ പോകുന്നതാണ്. സമയം ഇപ്പോൾ ഏകദേശം 11 മണിയാവാൻ വേണ്ടി പോകണേ. ഞങ്ങൾ 4:30 പോകുന്നൊക്കെ കഴിഞ്ഞ ദിവസം പ്ലാൻ ചെയ്തതാണ്. പിന്നെ ട്രിപ്പ് പ്ലാൻ ബ്രോക്കൺ ആയതുകൊണ്ട് പിന്നെ സഡൻ പ്ലാനിങ് ആയിരുന്നു. ചേച്ചു സെറ്റല്ലേ? ഇപ്പോൾ ഓക്കെ അല്ലേ? നിന്നെ കൂടെ ട്രിപ്പ് പോയെന്ന് പറഞ്ഞാൽ എല്ലാവരും ചീത്ത പറയും. അതെ, എല്ലാവരും നെഗറ്റീവ് പറയുന്നുണ്ട്. എന്നെ കൊണ്ട് ഈ സമയത്താണോ പോണെന്നൊക്കെ ചോദിക്കണ്ട, പക്ഷെ സമയത്തല്ലെങ്കിൽ എപ്പോൾ പോകാനാണ്. അതെ, ഒരാഗ്രഹം. പിന്നെയെന്ന് വെച്ചാൽ റിസ്ക് ഉണ്ട്, പക്ഷെ ഞങ്ങൾ മാക്സിമം പതിയെ യാത്ര, ഞങ്ങൾക്ക് ധൃതിയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് പതിയെ നിർത്തി എത്രയും നമ്മൾ പയ്യെ ഓടിക്കാൻ പറ്റും അത്രയും പയ്യെ പോയി സേഫായിട്ട് പോയി വരാനുള്ള പ്ലാനാണ്. കാരണം ഇപ്പോഴൊക്കെ നമുക്ക് എൻജോയ് ചെയ്യുന്ന ടൈമൊന്നും അല്ല, എങ്കിൽ പോലും എൻജോയ് ചെയ്യേണ്ട സമയം കൂടിയാണത്. അപ്പോൾ ഇവളോട് ഞാൻ ചോദിച്ചോളൂ, ഓക്കെ അല്ലേ? ഇത് അത്രയും നേരം വണ്ടി ഇരിക്കാൻ ഓക്കെയാണ്. പിന്നെന്ന് വെച്ചാൽ ഒരുപാട് ദൂരം ഉണ്ടെന്ന് തോന്നുന്നില്ല എനിക്ക്. വാഗമൺ ഒരു മാക്സിമം 2.5 മണിക്കൂർ നിർത്തി പോകുമ്പോഴത്തേക്കും ഏകദേശം സെറ്റാവും. എന്തായാലും ഞങ്ങൾ യാത്ര തുടങ്ങാണ്. ബാക്കി എന്തായാലും പോണ വഴി വിശേഷങ്ങളൊക്കെ കാണാം. പോവാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പോൾ വാഗമൺ പോണ വഴിയാണ്. ഇപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഈ ഷാപ്പിൽ കയറി. ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരുവിധം ദിവസങ്ങളിലൊക്കെ ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ അല്ലേ ചോ? എച്ചുവിനും ഇവിടുന്ന് ഒരു ദിവസം ഫുഡ് വാങ്ങിച്ചു കൊടുത്ത അവൾക്ക് ഇഷ്ടമാണ്. ഫ്രണ്ട്സ്, അപ്പോൾ അങ്ങനെ ഷാപ്പിൻ്റെ അകത്ത് കയറിയിട്ടാണ്. ഇത് വന്ന് കല്യാണത്തിന് ഡ്രസ്സ് എടുത്ത സമയത്ത് ഒരു തവണ ഞാൻ അവിടെ വന്നിട്ടുണ്ട്, അപ്പോൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ നല്ല മൂന്നാറല്ല, പൂയംകുട്ടി പോണ തന്നെ വഴി പിന്നെ കയറിയിട്ടുണ്ട്. നല്ല ആംബിയൻസ് ആണ്. എനിക്ക് ഷാപ്പുകളിൽ കഴിച്ചതിൽ പക്ക ആംബിയൻസും നല്ല ഫുഡും തോന്നിയിട്ടുണ്ട്. എല്ലാവർക്കും നല്ലതൊക്കെ തന്നെ, പക്ഷേ എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ളൊരു സ്ഥലം. അപ്പോൾ ഞാൻ ഈ വഴി അങ്ങനെ അധികം വരാറൊന്നും, പക്ഷെ വരുന്ന സമയത്ത് മാക്സിമം ഞങ്ങൾക്ക് ഫുഡിന് ടൈമായി. ഇവളുടെ വീട്ടിലൊന്ന് പോകാനുണ്ടായി, ഇവിടെ ഫുഡ് ബാങ്കറ്റ് എന്തോ കാര്യങ്ങളുണ്ടായി. അപ്പോൾ അത് കഴിഞ്ഞ് ഈ വരുന്ന വഴി കറക്റ്റ് ഫുഡിന് ടൈമായി. അപ്പോൾ ഒന്ന് ഊണ് കഴിക്കാനുണ്ട്, നല്ല ഊണാണ്. പിന്നെ സ്പെഷ്യൽ എന്തൊക്കെ വേണമെന്ന് കഴിക്കണം, എല്ലാ സാധനങ്ങളുണ്ട്. ഇത് പറഞ്ഞ് ഓയിലില്ലെന്ന് ഊണ് വന്നിട്ടുണ്ട്. കല്ലുമ്മക്കായും മുയലും ഇല്ല, അത് വേണ്ട, കുഴപ്പമില്ല. പിന്നെ ഒരു ഓംലെറ്റ് എടുത്തോ. ചോറ് വന്നു. ഇവിടെ മീൻകറി ചെറിയൊരു കഷ്ണം ഉണ്ടാവും, പിന്നെ ഒരു മീൻ വറുത്ത കഷ്ണം ഉണ്ടാവും, മുട്ട വറുത്തത്, പിന്നെ പച്ചക്കറി, നോക്ക് ചോറ്. മീൻചാറ് കഴിക്കുമ്പോൾ അറിയില്ല, ഷാപ്പിൽ നോക്കി കഴിക്കണം, ഭയങ്കര എരിവുണ്ട്. പക്ഷേ എനിക്ക് ആ സമയത്ത് ഇപ്പോഴും എരിവ് എനിക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെ അടിപൊളിയാണ്. ഇവിടെ സാമ്പാർ വെച്ചേക്കാനല്ലേ കഴിക്കണം. കഴിച്ചത് തന്നെ കൊല്ലിഞ്ഞ് ഒരു കക്കറച്ചി വന്നിട്ടുണ്ട്, ഒരു ഓംലെറ്റും വന്നിട്ടുണ്ട്. വേറെ വല്ലതും വേണോ? പൊറോട്ട, പെടി, ബീഫ് ഫ്രൈ, ലിവർ ഫ്രൈ, പോട്ടി ഫ്രൈ, പന്നി ഫ്രൈ, നാടൻ കോഴി, കരൾ, കോഴി, ലിവർ, കോഴിയായിരിക്കും, ബീഫാണ്, ബീഫായിരിക്കും, ബീഫ് ഫ്രൈ ആയിരിക്കും, ചെമ്മീൻ റോസ്റ്റ്. നിങ്ങൾ ഇത് കഴിച്ചോ? അപ്പം എന്തായാലും കഴിക്കട്ടെ. ഫ്രണ്ട്സ്, അങ്ങനെ കക്കറച്ചി വന്നു, ഓംലെറ്റ്. ആദ്യമായിട്ടത് പ്ലേറ്റൊക്കെ ഫുള്ള് കാലിയായി കഴിച്ചിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട ഒരു പോട്ടി കൂടെ പറയും, പോട്ടി ഫ്രൈ. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ഇപ്പോൾ ഈ ഷാപ്പിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് പുറത്തേക്ക് ഇറങ്ങി ഒരു 5 മിനിറ്റ് ഇരുന്ന് റെസ്റ്റ് എടുത്തതാണ്. ഇനി ഇവിടെ നിന്ന് ഒരു 1.25 മണിക്കൂറുണ്ട് ഇലവീഴ പൂഞ്ചിറയിലേക്ക്. അവിടെ ഉച്ച കഴിഞ്ഞിട്ട് മഴയായിരിക്കും എന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ
എന്തായാലും പോകുന്നുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് ഇന്നങ്ങനെ ഒരുപാട് സ്ഥലങ്ങളൊന്നും കാണുന്ന ഇലവിഴ പൂഞ്ചിറ, അവിടെ നിന്ന് വാഗമൺ അല്ലേ? അങ്ങനെയാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അവിടെ ഒരു ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. ബുക്കിംഗ് കൺഫേം ആയിരുന്നു. എനിക്ക് അധികം ടെൻഷൻ ഉണ്ട്. അഗോഡ വഴി അന്ന് ഞാൻ കൊടൈക്കനാൽ പോയപ്പോഴും അഗോഡ ബുക്ക് ചെയ്താൽ, പക്ഷേ ഞാൻ ഓൾറെഡി പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കില്ല, ജസ്റ്റ് ബുക്കിംഗ് മാത്രമേ ഉള്ളൂ. ഞാൻ അവിടെ ചെല്ലുമ്പോഴത്തേക്കും അവർ വേറെ എന്തെങ്കിലും കഥ പറയുമെന്ന് എനിക്കറിയാൻ പറ്റും. വിളിച്ചിട്ട് കിട്ടുന്നില്ല. അപ്പം എന്തായാലും വാഗമൺ പോകുമ്പോൾ ഡയറക്റ്റ് ആ ഹോട്ടലിലേക്ക് നമുക്ക് ചെല്ലാം, നോക്കാം അല്ലേ? അപ്പം എന്തായാലും അവിടെ മാർക്കറ്റിൽ വേറെ നോക്കാം. എന്തായാലും ഈ വഴി വരുമ്പോൾ മണിവീട് റൂട്ട് വരുമ്പോഴത്തേക്കും ഈ ഷാപ്പ് ഒന്ന് കയറിയേക്ക് അടിപൊളി ഷാപ്പ്. ഈ ഇടയ്ക്ക് കരിക്കിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ പുറം ഭാഗത്ത് അവരിന് സംസാരിക്കണതൊക്കെ ഉണ്ടായി. എന്തായാലും ഒക്കെ ആംബിയൻസ് ആണ്, നല്ല ഫുഡാണ്, വലിയ അങ്ങനെ ഓവർ റേറ്റ് ഒന്നുമില്ല കേട്ടോ. ഫാമിലി ആയിട്ടൊന്നും കഴിക്കാൻ പറ്റിയ നോർമൽ റേറ്റ് ഒക്കെ തന്നെയൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്ക് പോകാൻ വെച്ചു. വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല ഇപ്പം? ഇല്ല, കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നേരെ വണ്ടി എടുത്താൽ ചിലപ്പോൾ അതാണ് കഴിച്ച ഉടനെ വണ്ടി കയറി ഇരിക്കണ്ടല്ലോ എന്ന് എഴുതിയിട്ടാണ് ഇത് നമ്മുടെ വണ്ടി ഇട്ടിരിപ്പുണ്ട്. ഇതൊക്കെ ഒരു രസം. പിന്നെ ഇവളുടെ ഇപ്പോൾ കോക്കി ആയതുകൊണ്ട് നമ്മൾ പോകുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് പോവാം. ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങളിപ്പോൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കണം. ഇനി ഇവിടെ നിന്ന് ഒരു 46 മിനിറ്റ് ഉണ്ട്, 28 കിലോമീറ്ററാണ് നമുക്കുള്ളത്. ഇപ്പോൾ മാറിക എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ഒരു 5 മിനിറ്റ് റെസ്റ്റ് എടുക്കാൻ വേണ്ടി നിർത്തിയാണ്. വെള്ളമൊക്കെ കുടിച്ച് ഇത് സെറ്റല്ലേ? വേറെ കുഴപ്പമൊന്നുമില്ല. തണുക്കണമെന്നാ ചൂടെടുക്കണം. തണുപ്പ ചൂടിൻ്റെ കണ്ടീഷൻ. ഇനി അവിടെ എത്തുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. രാത്രി തണുപ്പ് ഉണ്ടായാൽ മതിയായിരുന്നു. വണ്ടിക്ക് വരുമ്പോൾ ഇവിടെ മരങ്ങളെ കുറിച്ച് കൂടുതലുള്ളത് കൊണ്ടുള്ള ഒരു തണുപ്പ്. അവിടെ ഇനി എങ്ങനെയാണെന്ന് അറിയില്ല. അവിടെ മൂടി നിൽക്കണമെന്നാണ് അറിഞ്ഞത്. ഇപ്പം വൈകുന്നേരം മഴ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എന്തായാലും നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ പ്ലാൻ മാറിയപ്പോൾ കംപ്ലീറ്റ് മാറട്ടെ. ഏത് റോഡാണെന്ന് അറിയാൻ പാടില്ല. ഇപ്പോൾ ഇലവീഴ പൂഞ്ചിറയിൽ നമ്മളിപ്പോൾ വാഗമൺ പോണ റൂട്ടിലാണ് വണ്ടി നിൽക്കുക. വാഗമൺ റൂട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല അത്യാവശ്യം നല്ല റോഡാണ് കേട്ടോ. പക്കാവിയോടെ കൂടെ മഞ്ഞുള്ളത് ഉള്ളതാണ്. റൂട്ടൊക്കെ സെയിം. പക്ഷേ മഴ ആയതുകൊണ്ട് ഭയങ്കര സ്ലിപ്പറി ആയി കിടക്കണം. ഭയങ്കര സൂക്ഷിച്ചാണ് ഓടിക്കണമല്ലോ. ഈ പണി കിട്ടും. അത്രയും പയ്യെ നമുക്കിവിടെ ഇറങ്ങി പോകാൻ പറ്റുള്ളൂ. പിന്നെ എന്തായാലും പയ്യെ ഓടിക്കുള്ളൂ ഉള്ളത് കൊണ്ട് പറഞ്ഞില്ല. ഇവിടെ ഒരു ചെറിയൊരു എന്തായാലും നല്ല പക്ക ആംബിയൻസ് ആക്കാം. പിന്നെ ഇവളുടെ ഈ ഒരു കണ്ടീഷൻ അല്ലായിരുന്നെങ്കിൽ നല്ല പക്കയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സമയം. അതല്ല, ഇപ്പൊ നിനക്ക് മഴ നനയാനുള്ളൊക്കെ ഒരു പരിമിതി ഉണ്ടല്ലോ. അതാ ഞാൻ പറഞ്ഞ കുറച്ച് അല്ലെങ്കിൽ എന്നാ ഫുള്ളും മഴ നനഞ്ഞു വേണം. ഇപ്പൊ മഴ പെയ്തപ്പോഴത്തേക്കും ഇവിടെ മര്യാദ കാണാൻ പറ്റും. മഞ്ഞ് കറക്റ്റ് മഞ്ഞ് മൂടി നിൽക്കുന്നതാണ്. അതെന്ന് വെച്ചാൽ നേരത്തെ മഴ പെയ്തപ്പോൾ ഞങ്ങൾ കയറി നിന്ന്. അല്ലായിരുന്നെങ്കിൽ ഫുള്ള് മഴ കൊണ്ടിട്ട് ഞങ്ങൾ ഇലവീഴ പൂഞ്ചിറ മേളിൽ കയറിയിട്ട് ഞങ്ങളൊരു വീഡിയോ എടുത്താൻ. പക്ഷേ ഈ ഒരു കണ്ടീഷനിൽ റിസ്ക് എടുത്ത് ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇലവീഴ പൂഞ്ചിറ പ്ലാൻ നാളത്തേക്ക് മാറ്റിയത്. ഇപ്പോൾ റൂമിൻ്റെ കാര്യത്തിൽ പിന്നെയും ടാസ്ക് ഉണ്ട്. എനിക്ക് അഗോഡ കൊടൈക്കനാൽ ബുക്ക് ചെയ്തപ്പോഴത്തേക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ അഗോഡ ഞാൻ പിന്നെയും ബുക്ക് ചെയ്തു. പക്ഷേ ഇത്തവണ ഹോട്ടലിൽ ഇങ്ങനെ പല ബുക്ക് ചെയ്തിട്ട് നമുക്ക് ഞാൻ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അവന്മാരെ ഫോണിൽ കിട്ടുന്നുണ്ട്. മെസ്സേജ് റിപ്ലൈ ഒന്നുമില്ല. ഇപ്പോൾ വിളിച്ചപ്പോഴത്തേക്ക് വേറെ റൂമില്ലെന്ന്. അത് ശരിക്കും പറഞ്ഞത് മോശം ഉറപ്പാടാണ്. ഇപ്പോൾ വേറെ സ്ഥലത്തായാലും നമുക്ക് പരിചയ സ്ഥലം എങ്ങനെയാണ് എന്താണെന്നൊരു പിടുത്തവും കിട്ടില്ല. ഇപ്പോൾ ഓണർ റൂം നോക്കാം. ചേച്ചു ഓക്കെ അല്ലേ? പറ്റല്ലേ? ഇതെന്തായാലും പോയി നോക്കാം. എന്തായാലും പക്ക റോഡാണ്, പക്ക ആംബിയൻസ്. ഹെൽമെറ്റിൽ ഇത്തവണ ഞാൻ വെക്കുന്നില്ല, വെച്ചിട്ടില്ല ഇതുവരെ. പറ്റിയ നാളെ പറ്റിയ വെക്കാം. അപ്പം മഴയും കൂടെ ആയതുകൊണ്ട് തന്നെ വെക്കേണ്ടെന്ന് കരുതി. എന്തായാലും നമുക്ക് നമ്മുടെ യാത്ര തുടരാം. ഇനി വാഗമണിലേക്ക് ഏകദേശം ഒരു 18 കിലോമീറ്റർ എങ്കിലും ഉണ്ടാവും. അങ്ങോട്ടേക്കാണ് ശരിക്കും ഇലവീഴ പൂഞ്ചിറ പോകേണ്ടത്. നമുക്കിപ്പോൾ എന്തായാലും പോയാൽ ലേറ്റ് ആവും. അത്യാവശ്യം നല്ല രീതിയിൽ ലേറ്റ് ആവും. മഴ മാറിയിട്ടുണ്ട്, പക്ഷെ എന്നാലും ലേറ്റ് ആവും. നമ്മൾ നാളെ സ്വസ്ഥമായിട്ട് പോകാൻ തരുന്നത്. ഇപ്പം എന്തായാലും കുഴപ്പമില്ലാത്ത റോഡ്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത റോഡൊക്കെ തന്നെയാണ്. പിന്നെ ഞാൻ ഇത് ക്യാമറ ഹെൽമെറ്റ് ഫിക്സ് ചെയ്ത് വേറെ ഒന്നുമല്ല. ലച്ചു സൈഡാണിരിക്കണത്. വട്ടം ഇരിക്കാൻ പറ്റാത്തതുകൊണ്ട് സൈഡിലിരിക്കണതാണ്. അപ്പോൾ അവളെ കൊണ്ട് വീഡിയോ നമുക്ക് എടുപ്പിക്കൽ ഒരു പരിമിതി ഉണ്ട്. അതുകൊണ്ട് ഹെൽമെറ്റിൽ തന്നെ ഫിക്സ് ചെയ്തത്. എന്തായാലും വിഷ്വൽ നമുക്ക് നോക്കാം. എനിക്ക് അന്ന് കൊടൈക്കനാൽ ട്രിപ്പ് പോയപ്പോഴും ഇതിൽ നേരത്തെ വിഷ്വൽ അത്രത്തോളം നല്ല രീതിയിൽ തന്നെ തോന്നി. കാരണം നമുക്ക് കൈ പിടിച്ച് വണ്ടി ഓട്ടത്തിൽ കൈ
കൈ പിടിച്ച് ഷൂട്ട് ചെയ്യുന്നേക്കാളും സേഫ്റ്റിയാണ് ക്യാമറ ഫിക്സ് ചെയ്യുന്നത്, അല്ലേ? അതെന്തുകൊണ്ടാണ് ഇവിടെ ലീഗൽ ആവാത്തതെന്നുള്ളത് എനിക്ക് അറിയാൻ പാടില്ല. ഇല്ലീഗൽ ആക്ടിവിറ്റി എന്ന രീതിയിലാണ് പോലീസ് ഇപ്പോഴും ഇതിനെ ട്രീറ്റ് ചെയ്യണത്. പക്ഷെ അന്ന് പല തമിഴ്നാട് പോലീസിന്റെയും കേരള പോലീസിന്റെയും ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായി, കണ്ടില്ലെങ്കിൽ ഇതേ മെയിലിൽ വന്നിട്ടുണ്ട്. അപ്പൊ ആ വീഡിയോയിൽ പക്ഷേ മൂന്നാറിന്ന് പോലീസുകാർ ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് അവരൊന്നും പറഞ്ഞില്ല. ആ പുള്ളിക്ക് മനസ്സിലായില്ലെന്നൊന്നും കറക്റ്റ് ആയിട്ട്. പുള്ളി ഫോണാണ് ഓഫ് ചെയ്യുന്നത്, ആ രീതിയിലാണ് സംസാരിച്ചത്. എന്തായാലും ഇപ്പൊ നമ്മുടെ യാത്ര തുടരുന്ന നല്ലൊരു റോഡാണ്. ബാക്കി ഇന്ന് പിന്നെ കൂടുതൽ സ്ഥലം ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുള്ളത് നാളെ. പക്ഷെ നാളെ വെച്ചാൽ മാക്സിമം നേരത്തെ തന്നെ ഇറങ്ങാട്ടോ. ഒരു 7:30 ഇറങ്ങി വാഗമണിലെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. നേരെ ഇലവിഴ പൂഞ്ചിറ, അവിടെ നിന്ന് വീട്ടിലേക്ക്. ശരിക്കും പറഞ്ഞാൽ സഡൻ പ്ലാൻഡ് ട്രിപ്പാണ്. ഞങ്ങളെ എല്ലാം അങ്ങനെ തന്നെയാണ്. പിന്നെ ഈ ഒരു സമയമായപ്പോഴത്തേക്ക് 2 വീലർ ട്രിപ്പ് വേണ്ടെന്ന് തന്നെ വെച്ചതാണ്. പിന്നെ ഒരു ആഗ്രഹം കൊണ്ടും അത്രത്തോളം സേഫ്റ്റി നോക്കി പതിയെ പോകും എന്നൊരു വിശ്വാസം ഉള്ളത് കൊണ്ടാണ് ഇറങ്ങിയത്. പിന്നെയും മഴ കൂടിയിട്ടുണ്ട്. മൊത്തം കോട മൂടി വരുന്നുണ്ട്. അതെ, അതിന് മുന്നേ റൂമിലെത്തണം. ഈ ബസ് കുറെ നേരമായിട്ട് മുങ്ങി കളിക്കണോണ്ട് കയറി പോവാൻ പറ്റില്ല. ഫുള്ള് കോട മൂടിയട്ടാ. ദൈവം ഒന്നും കാണാതെ പറ്റാത്ത സിറ്റുവേഷനിലേക്ക് മാറിക്കൊണ്ടിരിക്കണേ. ഇപ്പൊ കണ്ടില്ലേ റോഡ് ഇങ്ങനെ കോട അടിച്ച് മൂടി വന്നോണ്ടിരിക്കണേട്ടാ. വെച്ചു പേടിയണ്ട, അടിപൊളി. അതെ അതെ KSRTC പെട്ടുപോയി. അവിടെ അവര് പെട്ടുപോയി. ഫ്രണ്ട്സ്, അങ്ങനെ കുറെ കഷ്ടപ്പെട്ട ശേഷം ഞങ്ങൾക്ക് റൂം കിട്ടി. ഒരുപാട് കഷ്ടപ്പെട്ടാ. ഇപ്പൊ ദിവസമാണ്, പക്ഷെ വെക്കേഷൻ ടൈം ആയതുകൊണ്ടാന്ന് തോന്നുന്നു ഓൾമോസ്റ്റ് ഇവിടുത്തെ എല്ലാം ഫുള്ളായി. ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഒരു റൂം കിട്ടി. ഇപ്പൊ അങ്ങനത്തെ അങ്ങോട്ട് ലൊക്കേഷൻ ഇട്ടുണ്ട്. ഇവിടുത്തെ ജീപ്പ് സഫാരിയുടെ ആൾക്കാർ തന്ന കോണ്ടാക്ട് വഴി തന്നെയാണ് ഇട്ടേക്കണം. പോവാ. അപ്പൊ എന്തായാലും റൂമിലെത്തിയിട്ട് ബാക്കി നമുക്ക് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം. ഫ്രണ്ട്സ്, അങ്ങനെ കുറേ നേരം കഷ്ടപ്പെട്ട് റൂം കിട്ടിയട്ടാ. ഓൾമോസ്റ്റ് എല്ലാം ഫുള്ളാണ്. കഷ്ടപ്പെട്ട് ഒരെണ്ണം സെറ്റായി. ഇവിടെ ഈ ഇതിൽ തന്നെ ഈ ഒരു റൂം മാത്രമേ ഉള്ളൂ നമുക്ക് വേക്കൻ്റ് ആയിട്ടുള്ളത്. അതെ, എന്നാൽ അത്യാവശ്യം നല്ലൊരു റൂമാണ് കിട്ടിയേക്കണം. ഇവിടെ നിന്ന് എൻട്രി വരുന്നത്. പിന്നെ ഇതാ ഇവിടെ ഒരു ബെഡ്, പിന്നെ TV ഉണ്ട്. സാധാരണ TV വർക്ക് ചെയ്യില്ല, വെറുതെ ഒരു പേരിന് വേണ്ടി ഒരു TV ആണ്. പിന്നെ AC, ഫാൻ, പിന്നെ ഫോൺ കട്ടായിട്ടേക്കും. AC, ഫാൻ, പിന്നെ ഇവിടെ കബേർഡ്, പിന്നെ ഒരു ബാൽക്കണി ഉണ്ട്. പക്ഷെ ഇപ്പം പെട്ടെന്ന് ഈ ഒരു വ്യൂ പക്ഷേ ഇരുട്ടാണ്. നാളെ മോർണിംഗ് ഞാൻ വ്യൂ കാണിച്ചു തരാം. പിന്നെ അത്യാവശ്യം ലൈറ്റല്ലേ ബാത്റൂമാണ്, നല്ല അടിപൊളി ബാത്റൂം. പിന്നെ ഇവിടെ ഇതിൻ്റെ വ്യൂ വരുന്ന ഒരു ലേക്ക് വ്യൂ ആണ്. അവിടെ ബോട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഇപ്പം അത് കാണാൻ പറ്റില്ല. അവിടെ പക്ഷെ ഒരു ബിൽഡിംഗ് ഉണ്ട്, അതിൻ്റെ അപ്പുറമാണ് ലേക്ക് വ്യൂ വരുന്നത്. അപ്പോൾ നാളെ രാവിലെ പറ്റുവാണെങ്കിൽ ഒരു ബോട്ടിങ് ചെയ്യാമല്ലോ, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. 9 മണിക്കാണ് സ്റ്റാർട്ടിങ്. അങ്ങനെ മാക്സിമം നേരത്തെ ഇവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്ത് ബാക്കിയുള്ള സ്ഥലമൊക്കെ കണ്ട് ഇലവിഴ പൂഞ്ചിറ പോകണം എന്നൊരു പ്ലാനിലാണ് നിൽക്കുന്നത്. എന്താവുമെന്നൊന്നും അറിയില്ല, കാരണം ഇന്നത്തെ മഴ വന്നുകൊണ്ട് ഞങ്ങൾ കരുതിയത് കംപ്ലീറ്റ് പൊളിയും. എന്തെങ്കിലും ഒരു തട്ടിക്കൂട്ട് റൂം അല്ലേ നമ്മൾ പ്രതീക്ഷ അത് തന്നെ. പക്ഷേ നല്ല റൂമാണ് കിട്ടിയേക്കുന്നത്. കണ്ടാ, നല്ല റൂമാണ്. എത്തിയപ്പോൾ ആശ്വാസമായി. ഈ മഴ പുറത്ത് അത്യാവശ്യം ചെറിയ രീതിയിൽ ഇപ്പോൾ മഴയുണ്ട്. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണമെങ്കിൽ എന്തായാലും പുറത്തേക്ക് പോകണ്ട, ജസ്റ്റ് ഒന്ന് ഒരു നൈറ്റ് വാക്ക് പോകണം. എന്തായാലും കൊള്ളാം. പക്ഷെ ഇത് നോർമൽ ഞങ്ങൾ പോവാറുള്ള ട്രിപ്പൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു സ്പെഷ്യൽ അല്ലേ, പുതിയൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഒന്നാമത്തെ കാര്യം പ്രഗ്നൻസിയിൽ ഇവർ ട്രാവൽ ചെയ്യുന്നത്. പിന്നെയെന്ന് വെച്ചാൽ ഈ ഇത്രയും മഴ എക്സ്പീരിയൻസ് ചെയ്തു. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഈ മൂന്നാർ പോകുമ്പോഴും വാഗമൺ പോകുമ്പോഴൊക്കെ നമ്മൾ മഴ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് തന്നെ ആ ഒരു വൈബിൽ പോകേണ്ട സ്ഥലമൊക്കെ തന്നെയാണ്. പക്ഷേ അവിടെ ഈ ഒരു കണ്ടീഷൻ്റെ അതെ മൂന്നാറൊക്കെ പോയപ്പോൾ കഴിഞ്ഞ വെയിലുണ്ടായി.
പാലക്കാട് പിന്നെ അറിയാലോ, പാലക്കാട് പിന്നെ വെയിലോട് വെയിലാണ്, ചൂട്. പക്ഷെ ഈ ഒരു സ്ഥലത്ത് വന്നപ്പോഴത്തേക്കും ഞാൻ മഴ ഉണ്ടാവുമെന്ന് കരുതിയില്ല, തണുപ്പുണ്ടാവുമെന്നൊക്കെ കരുതി. പക്ഷേ തണുപ്പ് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല, രാത്രിയിൽ എങ്ങനെയൊന്നുമില്ല. പക്ഷെ മഞ്ഞ് മൂടി വരുന്നുണ്ട്. എന്തായാലും കൊള്ളാം. അപ്പോൾ എന്തായാലും ഇനി ഞാൻ പുറത്തേക്ക് പോകണം. പിന്നെ കുറച്ച് നേരം TV ആയി കണ്ടിരിക്കും, കുറച്ച് നേരം. അപ്പോൾ എന്തായാലും പുറത്തേക്ക് പോകാമല്ലോ വെച്ചു, പോകാമല്ലോ ഫ്രണ്ട്സ്. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്തേക്ക് പോകണം. അപ്പോൾ ഫുഡ് ചിലപ്പോൾ വേണമെങ്കിൽ വാങ്ങിച്ചുകൊണ്ട് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഓർത്ത് വേണ്ട, ഒരു നൈറ്റ് വാക്ക് ആവില്ല, ചെറിയൊരു മഴയുണ്ട്. അപ്പോൾ കൂടെ ആയിട്ട് ഒന്ന് പയ്യെ നടന്നു പോയി ഫുഡും കഴിഞ്ഞ് തിരിച്ചു വരാമെന്ന് കരുതി. എന്തായാലും ഇപ്പോൾ 7 മണിയായിട്ടുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്ത് പോയി ആ രാത്രിത്തെ ഒരു നൈറ്റ് വാക്ക് പോകാമല്ലോ ഇപ്പോൾ. ഇതാണ് ഈ സ്ഥലം വരുന്നത് കേട്ടോ. പുതിയതായിട്ട് പണിതൊക്കെ. അപ്പോൾ അതിൻ്റെതായൊരു ഭംഗിയുണ്ട്. ഇതാണ് ഇതിൻ്റെ പേര്, സ്റ്റെല്ല റെസിഡൻസി അല്ലേ. അവിടെ വേറെ ഇങ്ങനെ കുറേ റിസോർട്ടിൻ്റെ ലൈറ്റ്സ് ഒക്കെയാണ് കാണുന്നത് ഇവിടെ. പക്ഷേ വഴി മാത്രം കുറച്ചൊരു പ്രശ്നമായിട്ട് തോന്നി. പക്ഷേ മഴ ആയതുകൊണ്ട് വെള്ളം ഇങ്ങനെയായിട്ടിരിക്കുന്നതാണ്. എന്തായാലും പക്ഷെ കൊള്ളാം. അതെ, ആസ്ട്രോമെഡ്സിറ്റിയുടെ കൂടെയാണ് കേട്ടോ. അവള് ആസ്ട്രോമെഡ്സിറ്റിക്ക് പ്രൊമോഷൻ കൊടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇവർക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയ കൂടാ. ഫ്രണ്ട്സ്, നമ്മളപ്പോൾ ഒരു നൈറ്റ് വാക്കിന് ഇറങ്ങിയേക്കാണ്. വാഗമൺ ടൗണാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ആ ചിന്നൂസ് ഹോട്ടലിനകത്ത് കയറി. നമ്മുടെ റൂമിൻ്റെ അവിടെ ഉണ്ടായ ചേട്ടൻ പറഞ്ഞതാണ് ഈ ഹോട്ടൽ നല്ലതാണ് കാര്യങ്ങളൊക്കെ. ഇപ്പം നോക്കിയപ്പോൾ ചേട്ടൻ പുറത്തു വന്നിപ്പോൾ ടൈപ്പാന്ന് തോന്നുന്നുണ്ട്. അതെല്ലായിടത്തും ഉള്ള പോലത്തെ ടൈപ്പാന്ന് തോന്നുന്നു. അപ്പം എന്തായാലും നോക്കാം എന്തൊക്കെ ഉള്ളത് നോക്കട്ടെ. എന്തായാലും കൊള്ളാട്ടോ, അത്യാവശ്യം ബഹളമൊക്കെ ഹോട്ടലാണ്. ഫുഡ് കഴിച്ചിട്ട് ബാക്കി എങ്ങനെയുണ്ടെന്ന് പറയാം. ഫ്രണ്ട്സ്, അങ്ങനെ ഫുഡ് വന്നിട്ടാ. പൊറോട്ട, ചില്ലി ചിക്കൻ, അൽഫാം. ചായ വരും. ഫ്രണ്ട്സ്, അപ്പോൾ ഫുഡ് കഴിഞ്ഞു, റൂമിൽ വന്നു, ഫ്രഷായി, കുളിച്ച് സെറ്റായി. അവിടെ പാട്ട് DJ-യുടെ സൗണ്ട് കേൾക്കുന്നുണ്ട്, നല്ല DJ-യുടെ സൗണ്ട് ഉണ്ട്. അപ്പോഴത്തെ ഒരു തമിഴ് ഗ്യാങ് വന്നിട്ടുണ്ട്. കോളേജ് ഉള്ളവരാന്ന് തോന്നല്ലേ. ഫാമിലി ഉണ്ട്, കുറച്ച് കോളേജ് ഉള്ളവരുണ്ട്. അപ്പോൾ അപ്പുറത്ത് DJ അടപ്പുണ്ട്, അതിൻ്റെ സൗണ്ട് ഉണ്ട്. അപ്പോൾ എന്തായാലും നല്ലൊരു ദിവസം വരുന്നു കേട്ടോ. പ്ലാൻ ചെയ്തത് പോലെയൊന്നും ഈ ട്രിപ്പ് പോയില്ല. സാധാരണ വ്യക്തമായ പ്ലാനിങ്ങിൽ ഇവിടെ പോകണം എന്ന രീതിയിലൊക്കെ പോകാറുള്ളൂ. പക്ഷേ അങ്ങനെയൊന്നും പോയില്ല. പക്ഷേ മോശമാവുന്ന അവസ്ഥ ആയതുകൊണ്ടാണ് അങ്ങനെ പോവാതിരുന്നത്. അല്ലെങ്കിൽ ആ പ്ലാനിങ്ങിലേ പോകത്തുള്ളായിരുന്നു. മഴയൊക്കെ പെയ്തപ്പോ ഞങ്ങൾ ഫസ്റ്റ് പുഞ്ചിറയിലോട്ട് പോവാനായിരുന്നു പ്ലാൻ ചെയ്തത്. പക്ഷെ മഴ പെയ്തപ്പോ അതങ്ങ് നേരെ ഡിവേറ്റ് ചെയ്ത് വാഗമണിലേക്ക് ആക്കി. വേഗം റൂമിലൊന്ന് സെറ്റ് ആയാൽ മതി എന്നുള്ള ഒരു പ്ലാൻ ആയി. അതെ, വാഗമൺ വഴി ഇലവീഴ പുഞ്ചിറ വഴി വാഗമൺ വരാനുള്ള പ്ലാനായിരുന്നു. അപ്പോൾ മഴ വന്നപ്പോഴത്തേക്കും കേറാനുള്ള ബുദ്ധിമുട്ട്. എന്നാലും പക്ഷെ ഓട്ടോ ചേട്ടൻ പറഞ്ഞു കയറുന്നതിന് കുഴപ്പമൊന്നുമില്ല, കയറ്റും എന്ന് പറഞ്ഞു. മഴ ഉണ്ടെങ്കിലും അതിന് ഇഷ്യൂ ഇല്ലെന്നാ പറഞ്ഞത്. പക്ഷെ എൻ്റെ ഈ ഒരു അവസ്ഥ ആയതുകൊണ്ട് കയറാൻ എങ്ങനെയായിരിക്കും, ഇനി അവിടെ വരെ പോയിട്ട് കയറാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് അത്ര ടൈം പോകുമല്ലോ എന്ന് എഴുതിക്കൊണ്ട് അതാണ് അവിടെ ചെന്ന് നമുക്ക് റിസ്ക് എടുക്കൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ചിലപ്പോൾ ഒരു 5 മിനിറ്റ് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ 5 അല്ല ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ അവിടെ എത്തിയാനേ. 10 മിനിറ്റ് മുമ്പ് കറക്റ്റ് മഴ പെയ്തു. അത് കുറച്ച് നേരം മഴ പെയ്തു. ചെറിയ ഡീവിയേഷൻ അവിടെ വെച്ച്. അതെ, അതിനുശേഷം ഞങ്ങൾ ആ മഴയത്ത് നിന്നൊരു വീഡിയോ എടുത്തേച്ചു. പക്ഷേ ടൈം ലാപ്സ് ആയിപ്പോയി. ഞാൻ ഒരു 1.5 മിനിറ്റ് സംസാരിച്ചു. ഞാനിപ്പോൾ ഫുഡ് കഴിക്കാൻ നേരത്തെ ആ വീഡിയോ പ്ലേ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും പടപടപടപടയെന്ന് തീർന്നു. 10 സെക്കൻഡ് കാര്യം കഴിഞ്ഞു. നോക്കിയപ്പോൾ ടൈം ലാപ്സ് ആയിരുന്നു. ഞാനിങ്ങനെ മഴയായതുകൊണ്ട് ഞങ്ങൾ പ്ലാൻ മാറ്റിയ കാര്യമൊക്കെ പറഞ്ഞതും അതൊക്കെ ടൈം ലാപ്സ് പടയേന്ന് പറഞ്ഞു പോയി. വെറുതെ പോയി. ഗോപ്രോയില്ലേ നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് ശ്രദ്ധിക്കൂല. നമ്മൾ വ്യക്തമായിട്ട് നോക്കണം അത് ടൈം ലാപ്സ് ആണോ വീഡിയോ ആണോ നോക്കി. അപ്പോൾ ആ ഒരു വീഡിയോ പോയി. പിന്നെ അപ്പം തന്നെ ബാക്കിയുള്ളതൊക്കെ നോക്കി. ബാക്കിയുള്ളതൊക്കെ ഓക്കെ ആയിരുന്നു. ബാക്കിയുള്ള കിട്ടി. ഇപ്പൊ ഇന്ന് എങ്ങനെ ശരിക്കും പ്ലാൻ ചെയ്യുന്ന വെച്ചാൽ അപ്പൊ ഇലവീഴ പുഞ്ചിറ പോവുക, റൂമിൽ വരിക, സ്റ്റേ ചെയ്യുക. ഇന്നപ്പോ ഒരു വീഡിയോ ആക്കുക എന്നുള്ളതായിരുന്നു. പക്ഷെ മറ്റേ ഇലവീഴ പുഞ്ചിറ പോയപ്പോഴത്തേക്കും പിന്നെ നോക്കിയപ്പോഴത്തേക്കും അത്യാവശ്യം സംഭവങ്ങളായതില്ലേ. അപ്പൊ ഒരു വീഡിയോ ഞങ്ങൾ ഇങ്ങനെ അവസാനിപ്പിക്കും. ഒരു പാർട്ട് 1
ഒരു വാഗമൺ യാത്ര പാർട്ട് 1 ആയിട്ട് കൂട്ടിയാൽ മതി. കാര്യം ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതും പിന്നെ ഷാപ്പിൽ പോയി ഫുഡ് കഴിച്ചതും പിന്നെ ആ ട്രാവൽ എക്സ്പീരിയൻസ് ഞാൻ പറയാറില്ല. പിന്നെ ഞാനൊരു ട്രാവൽ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഒരിക്കലും നിങ്ങളൊരു ട്രാവൽ ഒരു വ്ളോഗ് എന്ന രീതിയിൽ കാണും, എൻ്റെ ഒരു ട്രാവൽ എക്സ്പീരിയൻസ് എന്ന രീതിയിൽ കാണുമ്പോഴത്തേക്കും സെറ്റാണ്. പിന്നെ ചില കാര്യങ്ങൾ ഇൻഫർമേഷൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയും, അല്ലെങ്കിൽ പിന്നെ ഫുള്ളി ഞങ്ങളുടെ യാത്രയിലെ ഒരു എക്സ്പീരിയൻസ് ആ രീതിയിൽ ഞാൻ എൻ്റെ പല വീഡിയോസ് ഇപ്പോൾ ഞാൻ കൊടൈക്കനാൽ ആയാലും അല്ലെങ്കിൽ ഞങ്ങൾ നേരത്തെ പോയി വീഡിയോസ് ആയാലും അങ്ങനെ പ്രസൻറ്റ് ചെയ്യാറുള്ളൂ അല്ലേ വെച്ചു. അപ്പം എന്താണ് അപ്പം നാളത്തെ പ്ലാൻ? നാളെ നേരത്തെ ഇറങ്ങാം എന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ ചേട്ടൻ പറഞ്ഞ ഇവിടെ തൊട്ടിപ്പുറം തന്നെ ബോട്ടിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടെ ഒരു വ്യൂ ഉണ്ട് കേട്ടോ. ഞാൻ രാവിലെ പറ്റിയ അവിടെ അവര് ക്യാമ്പ് ഫയറും DJ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് പുറത്തേക്ക് തന്നെ വ്യൂ അറിയാം, ഇരുട്ടാണ്. രാവിലെ കാണിച്ചത് ലേക്ക് വ്യൂ ആണ്, ഭയങ്കര സംഭവം. പക്ഷെ കൊള്ളാം. അപ്പൊ അവിടെ ബോട്ടിംഗ് ഉണ്ട് എന്നാ പറഞ്ഞത്. 9th സ്റ്റാർട്ട് ചെയ്യുന്നത്, 9 o'clock സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ അതിന് മുന്നേ നമ്മൾ ഇറങ്ങുകയാണെങ്കിൽ ഇത് പിന്നെ നല്ലൊരു സ്റ്റേ ആയിട്ട് ഞാൻ തോന്നിയിട്ടാണ്. കാരണം ബഡ്ജറ്റ് ഫ്രണ്ട്ലി യാത്ര നടത്തുന്നവർക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സ്ഥലം തന്നെയാണ്. ഞാൻ റെക്കമെൻഡ് ചെയ്യും. ടൗണിൽ തന്നെ വലിയ ഭയങ്കരമായ മൗണ്ടൻ വ്യൂ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമല്ല. പക്ഷേ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ചെയ്യാം. ഒരു പ്രൊമോഷൻ അങ്ങനെയൊന്നുമില്ല കേട്ടോ. വന്ന് എക്സ്പീരിയൻസ് ചെയ്ത് എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ല. ഇവിടെയും താഴ്ത്തും പുള്ളി ആ ചേട്ടൻ അടിപൊളിയാണ്. ആ ചേട്ടൻ നല്ല രീതിയിൽ നമ്മളെ ഒരു കെയർ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ താഴ്ത്ത് കൊണ്ടുവരും. ഇതിപ്പോൾ മേളിലാണ്. താഴ്ത്ത് കുറച്ചുകൂടി ബഡ്ജറ്റ് കുറഞ്ഞതാണ്. ഞങ്ങൾക്ക് കണ്ടു നോക്കി ആ റൂം എന്തോ അത്ര തൃപ്തിയായില്ല അല്ലേ. കൊള്ളാം, റൂമൊക്കെ കൊള്ളാം, വൃത്തിയൊക്കെ ഉണ്ട്. പക്ഷെ മേലിലൊക്കെ എന്തോ ഒരു ഇതുപോലെയൊക്കെ തോന്നിയപ്പോ പുതിയതിന്റെ ആ ഒരു നല്ല ക്ലീനിനെസ് സംഭവങ്ങളെല്ലാം ഉണ്ട് അവിടെ. പിന്നെ CCTV പുള്ളി പറഞ്ഞ CCTVയും വൈഫൈയും മാത്രം വരുന്നേ ഉള്ളൂ. അപ്പൊ അത് അടുത്ത തവണ വരുമ്പോഴേക്ക് സെറ്റാവും. ആ ഒരു രീതിയിലാണ് പറഞ്ഞത്. എന്തായാലും കൊള്ളാം. പാട്ടിൻ്റെ സൗണ്ട് കൂടി വന്നിട്ടു. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഉള്ളൂ ഫസ്റ്റ് പാർട്ടിൽ. അപ്പോൾ ബാക്കി വീഡിയോ അടുത്ത പാർട്ടിൽ വരും. നാളെ ഞങ്ങൾ ഈ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി നാളെ എന്തൊക്കെ നടക്കുമെന്ന് അറിയില്ല. കാര്യം പ്ലാൻ പോലും ഒന്നും നടന്നില്ല ട്രിപ്പ്. അതുകൊണ്ട് പ്ലാനിങ് ഇല്ല, അങ്ങനെ പോകും. ഇനി മഴയാണെങ്കിൽ വേറെ പ്ലാൻ ആവും. ചിലപ്പോൾ ഒന്നും കഴിയാത്ത ഞാൻ ചിലപ്പോൾ നേരെ എണീറ്റ് നേരെ വീട്ടിലേക്ക് പോകും. അപ്പം അങ്ങനെ ഉള്ളതുകൊണ്ട് പ്രത്യേകിച്ച് പ്ലാൻ നടത്തില്ല. ഫസ്റ്റ് ഇത് വീഡിയോ നമ്മുടെ ട്രാവൽ എക്സ്പീരിയൻസ് വീഡിയോയുടെ ഫസ്റ്റ് പാർട്ട് ഇതാണ്. അപ്പോൾ സെക്കൻഡ് പാർട്ട് ഉടനെ വരും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ചാനൽ അത്യാവശ്യം കുറച്ചെങ്കിലും റീച്ചായി വരുന്നുണ്ട്. അത് ഞങ്ങൾക്കും ഒരുപാട് നന്ദി പറയാനുണ്ട്. പിന്നെ ഇനിയും അതേപോലെ നിങ്ങൾ സപ്പോർട്ട് വേണം. മുന്നോട്ട് നല്ല രീതിയിൽ ചാനൽ കൊണ്ടുപോകണം. അതിന് നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും കൂടിയതുള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ഈ വീഡിയോ വന്നൊരു 2 ദിവസം വരുമായിരിക്കും അല്ലേ. ഈ വീഡിയോ നിങ്ങൾ കണ്ട് ഒരു അടുത്ത ദിവസം 2 days കഴിയുമ്പോൾ വരും. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോൾ ബൈ.